എന്താണ് ഇമോഷണൽ സൈക്കിൾ ഓഫ് ചേഞ്ച് എന്ന് ബ്രയൻ പറയുന്നത്? എനിക്ക് ലോങ് ടേം ഗോളുകൾ അത്ര അങ്ങോട്ട് വർക്ക് ചെയ്യാറില്ല. ഈ ബുക്ക് ഡിസ്കസ് ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സാധനമാണ് ഇമോഷണൽ സൈക്കിൾ ഓഫ് ചേഞ്ച്. ഒരു സർട്ടിഫിക്കറ്റിനേക്കാളും സ്കില്ലിന് വാല്യൂ ഉള്ള സമയം. ആ സ്കില്ല് അക്വയർ ചെയ്യാനായിട്ട് ഷോർട്ട് ടൈം ഈസ് ബെറ്റർ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു ലൈക്ക് എ സ്ട്രേഞ്ചറാണ്. വാട്ട് ഈസ് ദ ഈസിയസ്റ്റ് പാത്ത് വേ ടു ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു ബുക്കിനെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ബുക്കിൻ്റെ പേരാണ് 12 Week Year. യെസ്, നമ്മൾ മാസം 6 ജൂണിലേക്ക് എത്തിയിരിക്കുകയാണ്. അൺബിലീവബിൾ. പറക്കുകയാണ് വർഷം. ബിഷാരടി പറഞ്ഞ പോലെ നമ്മൾ സമയം പോകും നമ്മൾ അറിയുന്നേ ഇല്ല എന്ന് പറയുന്ന പോലെ. പക്ഷേ ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്ത ആളുകൾക്ക് അതിലേക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. സ്വന്തം മലനടന്ന് തുപ്പുക എന്ന് പറയുന്ന പോലെ അതിനുള്ളൊരു സമയമാണിത്. നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമ്മളും അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. പക്ഷേ ഒരു ഹാഫ് ഇയർലി എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു റെസൊല്യൂഷൻ എന്നല്ല, നമുക്ക് ഒരു നമ്മുടെ ലൈഫിൽ ചേഞ്ച് വന്നെങ്കിൽ വാട്ട് ക്യാൻ ബി ഡൺ, വാട്ട് ഈസ് ദ ഈസിയസ്റ്റ് പാത്ത് വേ ടു ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു ബുക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് ശരിക്കും 6 മാസം മതി അതിന്, നമുക്ക് ഒരു വർഷത്തിൻ്റെ ആവശ്യമില്ല ഇതിനൊരു ചേഞ്ച് വരുത്താൻ. ബുക്കിൻ്റെ പേരാണ് 12 Week Year എന്ന് പറയുന്നത്. അപ്പം നമുക്കത് വലിയ ഈസിയാണ്, 12 വീക്സേ ഉള്ളൂ. പിന്നെ ഇത് എഴുതിയിരിക്കുന്ന ആളുടെ പേരാണ് ബ്രയൻ മോർ. ആള് നമ്മുടെ നോർമൽ കൺസെപ്റ്റുകളായ ഇയർലി മന്ത്ലിയും കാര്യങ്ങളെല്ലാം തച്ചുടച്ചിട്ട് എഴുതിയൊരു ബുക്കാണ്. എനിക്ക് ശ്യാമിന് ഭയങ്കര ഇഷ്ടമുള്ള ബുക്കാണ്, എനിക്കറിയാം. പക്ഷേ യൂഷ്വലി നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെ ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദിസ് ബുക്ക്? എന്ത് ചേഞ്ചാണ് ലൈഫിൽ ഈ ബുക്ക് കൊണ്ടുണ്ടായത്? എനിക്ക് തോന്നുന്നില്ല, നമ്മൾ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും അവിടെ 90 day പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടാവാറല്ലോ. അവിടുത്തെ ഗോൾ, നമ്മളെ പബ്ലിക് ഹെൽത്തിൽ എപ്പോഴും ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 90 daysലാണ്. അങ്ങനെ ഐ വാസ് സോ ക്യൂരിയസ്. എനിക്കത് ഇഷ്ടമാണ് ആ ഒരു കൺസെപ്റ്റ്. കാരണം എനിക്ക് ലോങ് ടേം ഗോളുകൾ അത്ര അങ്ങോട്ട് വർക്ക് ചെയ്യാറില്ല. പക്ഷേ ലിജിറ്റ് ഒരു 2 മാസം ഒരു 3 മാസം കൊണ്ട് എൻ്റെ അടുത്ത് വലിയൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡെഫിനറ്റ്ലി ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഐ വാസ് തിങ്കിങ് എന്തെങ്കിലും അതിൻ്റെ വിൽ ബി സം സോർട്ട് ഓഫ് എവിഡൻസ് അതിൻ്റെ പുറകിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു തേടി പിടിച്ച് എത്തിപ്പെട്ടുള്ള ഒരു പുസ്തകമാണിത്. ഇപ്പോൾ ഈ ബുക്ക് തുടങ്ങുന്നത് തന്നെ ഇതാണ്, നമ്മൾക്ക് കേപ്പബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ. അങ്ങനൊരു കോട്ടിലാണ് ആ ബുക്ക് തുടങ്ങുന്നത്. നമ്മൾ ഒരു ദ വാർ ഓഫ് ആർട്ട് എന്ന് പറഞ്ഞ ഏതൊരു ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് 2 ലൈഫുണ്ട്. ഒന്ന് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫും, പിന്നെ നമ്മൾ ദ ലൈഫ് ദാറ്റ് വി ആർ കേപ്പബിൾ ഓഫ് ലിവിങ്. നമ്മൾ ജീവിക്കാത്ത നമ്മുടെ ജീവിതം, നമ്മുടെ മടി കൊണ്ടോ നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടോ അങ്ങനെ പല കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലേക്കുള്ള ഒരു വഴിയാണ് ഈ 12 Week Year എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഐ ലവ് ദാറ്റ് കൺസെപ്റ്റ്. കാരണം നമ്മളാ ഒരു വലിയ ഒരു വർഷത്തിന് നമ്മളെപ്പോഴും മിക്ക ആളുകൾ, നമ്മൾ കേൾക്കുന്ന ആളുകളുടെ തന്നെ പലരുടെയും ഗോൾ സെറ്റ് ചെയ്തതൊക്കെ ചിലപ്പോൾ ഇവിടെ പോയിട്ടുണ്ടായിരിക്കും, മറന്നുണ്ടാവായിരിക്കും. കാരണം അല്ലെ ലിജിൻ തോന്നുന്നുണ്ടോ എല്ലാവർക്കും ആ ഒരു ഗോൾ ഉണ്ടാവായിരിക്കും? ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ലൈക്ക് നമുക്ക് ആളുകൾ ചെറിയ ഗോളിനെ വലിയ സമയത്തോട് സെറ്റ് ചെയ്താലും ബോറടിക്കും, വലിയ ഗോളിനെ ചെറിയ സമയത്തോട് സെറ്റ് ചെയ്താലും ബോറടിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം ആനുവൽ ഗോൾസിൻ്റെ ഒക്കെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ മറന്നു ഒരു ഗോള് എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഇപ്പോൾ ആളുകൾ കുറേ മറന്നു. പക്ഷേ ഭയങ്കര ഫിയസ്റ്റികളൊക്കെ അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആളുകളും ആളുകളുണ്ടാവാം. പക്ഷേ എങ്കിലും നമ്മളൊരു കോമൺ ഭൂരിഭാഗം പക്ഷേ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെയുള്ള ആളുകൾ കൂടുതൽ പേരും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ലിജിനൊരു നമ്മളൊരു 1 month 30 day ചലഞ്ച് മറ്റു വെച്ചായിരുന്നല്ലോ. ഒപ്പം തന്നെ ഞാനൊരു 100 day ചലഞ്ചും കൊണ്ടുപോയായിരുന്നു. കുറേ പേര് അതിന് ഫോളോ ചെയ്തായിരുന്നു, എത്തി. കുറേ പേര് അതിന് ഡ്രോപ്പ് ഓഫ് ആയി, അറിയാതെ തന്നെ അത് കഴിഞ്ഞു പോയി. പക്ഷെ അതും അതിൻ്റെ ഒരു സോർട്ട് ഓഫ് സാധ്യതയാണ്. നമ്മൾ ചെറിയ ഗോൾ പോലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നമ്മൾ ആ ഒരു ജീവിതത്തിന്റെ തിരക്കിൽ. പക്ഷെ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് ഉറപ്പുള്ള തരം ഗോളുകളാണ് ഈ ഷോർട്ട് ടൈം ഗോളുകൾ എന്ന് പറയുന്നത്. ഐ ക്വൈറ്റ് ലൈക്ക് ദ വേ ഓഫ് സോർട്ട് ഓഫ് സെറ്റിംഗ് ഷോർട്ട് ടൈം ഗോൾ. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ലോങ് ടൈം ഗോളുകൾ എന്നെ കൊണ്ട് ചിലപ്പോൾ ഐ ഔട്ട് സ്ട്രഗിൾ, ചിലപ്പോൾ ഞാൻ അതിൽ ഇൻട്രസ്റ്റ് എനിക്ക് പോയിരിക്കാം. അപ്പം അങ്ങനെ എത്തിപ്പെട്ടൊരു ബുക്കാണ് ഇത്. എന്താണെങ്കിലും എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ല. ഞാനും അതിൽ ഒത്തിരി എന്താ പറയുക വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം എന്നോട് ചോദിക്കാറുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചെറിയ വലിയൊരു ഗോൾ ചെയ്യുന്ന എപ്പോഴും ചെറുതാക്കി അത് എനിക്കും വർക്ക് ചെയ്യാറുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ചിന്തിക്കുമ്പം ഇപ്പോൾ ആനുവൽ ഗോളുകൾ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആളുകളുടെ ഒരു ഭൂരിഭാഗം ആളുകളുടെയും ഇപ്പോൾ ജൂണിൽ ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വന്നാലും ജനുവരി വരെ വെയിറ്റ് ചെയ്യും, അല്ല ആനുവൽ ഗോളായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന ആ ആനുവൽ ഗോളുകൾ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നാണ് ബ്രയൻ പറയുന്നത്. ആനുവൽ ഗോള് സെറ്റ്
ചെയ്യണത് ഒരു ബാഡ് ഐഡിയ ആയതുകൊണ്ടല്ല, പക്ഷേ ദർ ആർ ഒരു 3 കോമൺ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ബയാസസ് ഉണ്ട്. അത് ഇതിലൊരു കോമൺ ഫാക്ടർ ആയിട്ടാണ് പറയണത്. ഇപ്പം നമ്മളിങ്ങനെ പറയാം ഒരു ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറയാം. സിംപ്ലി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ലിജിന് ഒരു $10 ഇന്ന് തരാമെന്ന് പറയാണ്, ലിജിന് അടുത്ത ആഴ്ച $15 തരാമെന്ന് പറയുകയാണെങ്കിൽ ലിജിൻ വോണ്ട് സംതിങ് നൗ. നമുക്ക് ആ ഇമ്മീഡിയറ്റ് ഗെയിനോട് നമുക്ക് എപ്പോഴും ഇഷ്ടമുണ്ട്. സൈക്കോളജിക്കലി വി ആർ മോർ സോർട്ട് ഓഫ് ലൈക്ക് ടു ഗെറ്റ് സംതിങ് സോ സൂൺ റാദർ ദാൻ ലേറ്റർ. നമുക്ക് ഇമ്മീഡിയറ്റ് ഇപ്പൊ നമ്മളൊരു അതിന്റെ ലോകത്താണല്ലോ ഒരു സോഷ്യൽ മീഡിയയിലെല്ലാം നമുക്ക് വി നീഡ് എവറിത്തിങ് ഇൻസ്റ്റന്റ്. നമുക്ക് അതിന് സെറ്റാണ്. അപ്പോൾ എല്ലാം പിന്നത്തേക്കുള്ള ഒരു സാധനത്തിലേക്ക് നമുക്ക് മടി പിടിക്കാം ഒക്കെ, നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ളൊരു തോന്നുന്നു. ആ ഒരു പ്രസന്റ് ബയാസ് എന്നൊക്കെ പറയണല്ലോ, നമ്മൾ ഇപ്പോൾ പിന്നല്ലേ ഒരു വർഷം ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നോക്കാലോ എന്നൊക്കെ തോന്നാം. പക്ഷെ അത് നമുക്ക് ആ ഒരു സമയം കുറച്ച് അടുത്താണെങ്കിൽ വി ടെൻ ടു കംപ്ലീറ്റ് ദാറ്റ് ലിറ്റിൽ ബിറ്റ് മോർ ഇന്റൻസീവ്ലി. അല്ലെ ലിജിന് അങ്ങനെ തോന്നിയിട്ട് എപ്പോഴെങ്കിലും? പിന്നെ ഉറപ്പായിട്ടും. കാരണം ഞാനിന്നത്തെ എക്സാമ്പിളായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഈ ഹെൽത്തി ആവുക എന്നുള്ള ഒരു സെറ്റപ്പ് വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്ന മനുഷ്യനാണ് ഞാൻ. നമ്മൾ എല്ലാ വർഷവും എന്തെങ്കിലും തുടങ്ങും, എല്ലാ വർഷവും ഇന്നോട്ടും ഫുഡ് കൺട്രോൾ, ഈ വർഷം മൊത്തം ഇങ്ങനെയായിരിക്കും, എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നത് വേണ്ട. പക്ഷേ ഇറ്റ് ഡിൻ നെവർ വർക്ക്ഡ് ഫോർ മീ. അപ്പം അതിങ്ങനെ എപ്പോഴും ഫോളോ ഓഫ് ആവും, വീണ്ടും മറ്റേ റിഗ്രറ്റ് അടിക്കും, വീണ്ടും നമ്മളെ തന്നെ പഴിക്കും, അങ്ങനത്തെ ഒരു ഫോളോ അപ്പില്ല. പക്ഷേ ചെറിയ ഗോളുകളാക്കി ഞാൻ മത്സരങ്ങളാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഓരോ മത്സരങ്ങൾ എല്ലാ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു മത്സരം ഞാൻ അറ്റൻഡ് ചെയ്യും. അപ്പോൾ എനിക്ക് ഈസിയാണ് അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ തിങ്ക് ദാറ്റ്സ് ട്രൂ. പിന്നെ മനുഷ്യനെ കൂടുതലും ആ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു ലൈക്ക് എ സ്ട്രേഞ്ചറാണ്. നമുക്ക് അറിയില്ല, നമുക്ക് അത്രയും ലോങ് ടൈം ഫ്യൂച്ചർ ആകുമ്പോൾ. അപ്പോൾ വി വാണ്ട് സംതിങ് ക്ലോസർ. ഫ്യൂച്ചർ എപ്പോഴും ഒരു അപരിചിതനെ പോലെ നിൽക്കുന്ന ഒരാളാണ്. അന്നേരം കുറച്ചും കൂടി അടുത്താണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടിയും പരിചയപ്പെടാനുള്ള. ഇപ്പോൾ നമ്മൾ പറയാമല്ലോ, ഇപ്പം പരീക്ഷക്കാലത്ത് അടുത്തുള്ള പരീക്ഷയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കുന്നു പറയില്ലേ. നമുക്കറിയാം ക്ലാസ് തുടങ്ങണം തൊട്ടേ പഠിച്ച് തുടങ്ങണം എന്നുള്ളത്, പക്ഷേ വി ഡോണ്ട് ടെൻഡ് ടു ഡു ദാറ്റ്. അല്ലേ, ഇലക്ഷൻ്റെ സമയമാകുമ്പോഴത്തേക്കും ആണ് പാർട്ടികൾ ഉദ്ഘാടനം നടത്തുന്നത്. ചില പാർട്ടികൾ പ്രത്യേകിച്ച് അതിനോട് അടുത്ത് വരുമ്പോൾ കൂടുതലും ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യും. അതുപോലെ അപ്പോൾ എനിക്കൊന്ന് ആ രീതി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇയർലി പ്ലാനിൻ്റെ ആ ഒരു ഫ്ലോസ്, ഇപ്പം നമുക്ക് നോർമൽ സാധാരണ രീതി ചിന്തിക്കുന്ന ആളുകൾക്ക് അത് ചിലപ്പോൾ പാടായിരിക്കും, ആ 1 year കൊണ്ട് നടക്കാൻ ശ്യാം പറഞ്ഞ പോലെ. അപ്പം 12 weeks പ്ലാൻ ഇസ് എ ബെറ്റർ ഓപ്ഷൻ. 12 weeks പ്ലാൻ 3 മാസമേ ഉള്ളൂ. നമ്മൾ 4 weeks മന്ത് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാ ഗോളുകളും എന്നാണ് ബ്രയൻ പറഞ്ഞത്. സോ വാട്ട് ഈസ് എ പെക്യുലാരിറ്റി ഓഫ് എ 12 weeks പ്ലാൻ? അപ്പോൾ എന്തുകൊണ്ടാണ് അത് നമുക്ക് വർക്ക് ചെയ്യാൻ കാരണം? 12 week എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈവൻ ദോ യു ഹാവ് ലൈക്ക് ബ്രയൻ പറയണമെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നമ്മൾ ആ 12 month എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബ്രെയിനിൽ നിന്ന് അബോളിഷ് ചെയ്യുക. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് യെസ് വി ഹാവ് ഓൺലി 12 weeks ടു കംപ്ലീറ്റ് ഓർ അച്ചീവ് whatever we want to. അപ്പൊ നമുക്ക് ഇത്തിരി കൂടി ഒരു അർജൻസി ഉണ്ടാവും. കാരണം 12 week എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടി ക്ലോസ് ആണ്. അപ്പൊ ആ ഒരു 12 മാസം എന്നുള്ളതിന് പകരം 12 ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ അതിനോട് ഇതിനടുത്ത കിടക്കണം. അപ്പൊ നമുക്ക് ഇത്തിരി കൂടി അതിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇത്തിരി കൂടി കോൺഫിഡൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ആ ഒരു 12 week ആകുമ്പോൾ നമുക്ക് ഈസി ഫീഡ്ബാക്ക് കിട്ടും. അപ്പൊ നമുക്ക് നമ്മൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് എത്താൻ പറ്റുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ നമുക്കൊരു 12 അതിൻ്റെ ഒരു റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2-3 ടൈംസ് ആയിട്ട് നമുക്ക് ഒരു വർഷം തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി വർക്ക്സ്. ഒരു പ്ലാനിൽ തന്നെ ചിലപ്പോൾ 4 ആക്കി വിഭജിച്ചാൽ മതിയായിരിക്കും ഈസിലി. ഇപ്പോൾ നമ്മളൊരു 12 month ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 10, 20, 30 സാധനങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അടുത്ത് 12 week എന്ന് പറയുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിരി കൂടി മോർ സ്പെസിഫൈഡ് ആവാൻ പറ്റും. അത് ഈവൻ ഇതിരി കൂടി ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിരി കൂടി സ്പെസിഫിക് ആണ്, അല്ലെങ്കിൽ കാരണം ഇത്തിരി കൂടി ക്ലോസ് ആണ്. നമ്മൾ 12 year ഇപ്പോൾ നമ്മളൊരു 3 year ഗോൾ എന്ന് പറയുമ്പോൾ സംടൈംസ് വി മേ ഗെറ്റ്, നമുക്ക് അറിയില്ല, നമുക്ക് അത്ര ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഒരു 3 month എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി അടുത്തല്ലേ. അതെ. അപ്പോൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പം ഇങ്ങനത്തെ ഒരു സാധനം സക്സസ്ഫുൾ ആവുകയാണ്. ഇപ്പോൾ 12 weeks ഇത്രയും റിസർച്ചിൻ്റെ ഒരു ബാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വരാൻ മനുഷ്യൻ്റെ എന്ത് ഒരു ചിന്തയുടെ ബിഹേവിയറിൻ്റെ ഒക്കെ എന്ത് ഫാക്ടേഴ്സാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഇത്തിരി കൂടി ഇമോഷണലി ഇൻവെസ്റ്റഡ് ആവുമെന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് ടൈം ഗോളാണ്. കാരണം നമുക്കുള്ള എല്ലാ ഇമോഷൻസും കുറച്ചും കൂടി കൂടുതലായിട്ട് നിൽക്കുന്നത് ആ സമയത്തായിരിക്കും. കാരണം നമുക്ക് മറ്റേതാണെങ്കിൽ നമ്മൾ അത്ര ഇമോഷണലി ഹെവിലി നമ്മൾ ഇൻവോൾവ് ചെയ്യൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇറ്റ്സ് സംതിങ് ഫാർ അവേ ഫ്രം നൗ. ലൈക്ക് അപ്പോൾ യു ടെൻ ടു സോർട്ട് ഓഫ് റിലാക്സ് ആൻഡ് ഗിവ് സം ടൈം. സോ അതുകൊണ്ട് ആ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇത്തിരി കൂടി കൂടുതലായിരിക്കും ഈ സമയത്തിൽ. ഇപ്പോൾ ഇതിലിങ്ങനെ പറയേണ്ടത്, അതായത് നമുക്ക് ആരെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു ഗോളുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ എന്ന് പറയില്ലേ. പക്ഷേ ഇഫ് യു ആർ സ്പെസിഫിക് ടു വാട്ട് യു വാണ്ട് ടു ബി, പ്രത്യേകിച്ച് ആ ഒരു ഷോർട്ട് ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ തന്നെ ഒരു
ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എല്ലാം ഇപ്പോൾ ഈവൻ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ഷോർട്ട് കോഴ്സസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 12 വീക്സിലാണ്. കാരണം ഒരു സ്കില്ല് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് അത്ര സമയം വേണം. 12 വീക്സ് ഇസ് എനഫ്. ഇപ്പോൾ എല്ലാ ഒരു ബിഗ് യൂണിവേഴ്സിറ്റി കോഴ്സിൻ്റെ ഒരു ക്രിസ്പ്, പ്രത്യേകിച്ച് ആ ഒരു വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിൽ 12 വീക്കാണ്. ഇപ്പോൾ ലിജിന് AI കോഴ്സസ്, നമ്മളിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം UNSWയിലൊക്കെ 12 വീക്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഇപ്പോൾ സെമിസ്റ്റർ മാറിയിട്ട് ഇതേപോലെ 3 സെമിസ്റ്ററുള്ള ഇയറുകളാക്കി തീർന്നു. എല്ലാം 12 വീക്സാണ്. ഇതായിരിക്കും അതിൻ്റെ പിൻപിലെ ഒരു ആയിരിക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. ഇപ്പോൾ എനിക്കത് വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒരു 10 കിലോ വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ഗോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസംബർ ഇവിടെ കൂടി ചേർക്കുമ്പോൾ നമ്മൾ പക്ഷേ ഈവൻ ഇപ്പോൾ ഒരു കാര്യം പഠിക്കാനാണെങ്കിലും ഞാൻ ഒരു വർഷത്തെ കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഞാനത് ചെയ്യില്ല. ഒരു ഇനീഷ്യൽ ഒരു മൂഡ് നമുക്ക് വരും, പിന്നെ അത് പോവും, പിന്നെ നമ്മൾ അങ്ങനെ ഇരിക്കും, അങ്ങനെ പോവുള്ളൂ. പക്ഷെ ആ സമയം വെരി ഷോർട്ട് ആണെങ്കിൽ എനിക്കൊന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നെറ്റിലൊക്കെ നോക്കിയാലും ചെറിയ കോഴ്സുകൾക്ക് ഭയങ്കര ഇടിയാണ്. ഇപ്പോൾ കോഴ്സ് പോലെയുള്ള ചില ആളുകളുടെയൊക്കെ ഇതിൽ കയറി നോക്കി വെച്ചാൽ ഓതേഴ്സിനൊക്കെ ട്യൂട്ടേഴ്സിൻ്റെ ഒക്കെ ഇത് ലക്ഷക്കണക്കിന് ടൈംസാണ് ആളുകൾ പഠിച്ചേക്കുന്നത്. അതൊക്കെ ആണ് ഇപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ ആ ഒരു സർട്ടിഫിക്കറ്റിനേക്കാളും സ്കില്ലിന് വാല്യൂ ഉള്ള സമയം. ആ സ്കില്ല് അക്വയർ ചെയ്യാനായിട്ട് ഷോർട്ട് ടൈം ഈസ് ബെറ്റർ. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ എല്ലാ സ്കില്ലും ഞാൻ ഷോർട്ട് ടൈമിൽ ചെയ്തിട്ടുള്ള പഠിച്ചെടുത്തിട്ട് സ്കില്ലുകളേ ഉള്ളൂ എനിക്ക്. അപ്പോൾ നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് സോ വി ഡോണ്ട് ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ്. ഇപ്പോൾ ഒരു MBA പഠിക്കണേ അത് ഒരു 3-4 കൊല്ലത്തേട്ട് എന്നുള്ള ഇതെടുക്കാതെ ചെറിയ കാര്യങ്ങൾ പഠിക്കുന്ന പോലെ ഒരു MBA 4 വർഷം കൊണ്ട് പഠിക്കേണ്ടത് ലിജിനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈസിലി പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഈവൻ മാർക്കറ്റിംഗ് പഠിക്കണോ ഡോണ്ട് ഹാവ് ടു പുട്ട് ലോട്ട് ഓഫ് ടൈം. കാരണം അതിനേക്കാളും ഇന്നത്തെ കാലത്ത് ഒരു പ്രാക്ടിക്കൽ സ്റ്റഡീസിനാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, നമ്മൾ ഈ ബുക്ക് ഡിസ്കസ് ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സാധനമാണ് ഇമോഷണൽ സൈക്കിൾ ഓഫ് ചേഞ്ച്. വാട്ട് ഇസ് ദിസ്? ലൈക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്കൊന്ന് വ്യൂവേഴ്സിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണ് ഇമോഷണൽ സൈക്കിൾ ഓഫ് ചേഞ്ച് എന്ന് ബ്രയൻ പറയുന്നത്? ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു 5 സ്റ്റേജുകൾ കടന്നിട്ടാണ് പോണത്. ഫസ്റ്റ് നമുക്ക് ആ ഒരു അൺഇൻഫോംഡ് ഒപ്റ്റിമിസം എന്ന് പറയാം. നമ്മൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഗോൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ലിജിൻ തന്നെ നമ്മൾ 30 ഡേ ചലഞ്ച് ചെയ്യുന്നപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കുവെക്കുന്നു, 100 പേര് അടിക്കുന്നു, എല്ലാവരും മെസ്സേജ് അയക്കുന്നു, ഫുഡ് അപ്ഡേറ്റ് ചെയ്യുന്നു. പതുക്കെ അതിങ്ങനെ ഒന്ന് കുറഞ്ഞു വരും. പിന്നെ നമ്മൾ ആ ഒരു പതുക്കെ ഒന്ന് പെസിമിസത്തിലേക്ക് പോകും. ആ ഒരു ഒപ്റ്റിമിസം, ആ എക്സൈറ്റ്മെന്റ് കാര്യം കുറച്ച് കഴിഞ്ഞാൽ ഇതാ ഞാൻ വിചാരിച്ച അത്രയ്ക്ക് അങ്ങോട്ട് എളുപ്പമല്ലല്ലോ എന്ന് നമുക്ക് തിരിച്ചറിയുന്ന ഒരു സമയം. അത് രണ്ടാമത്തെ ഒരു സ്റ്റേജാണ്. പിന്നെ മൂന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് ഒരു വാലി ഓഫ് ഡെസ്പയർ എന്ന് പറയും. ഇതെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഏകദേശം മിഡ് വേ ഒക്കെ എത്തുമ്പോൾ പതുക്കെ ആളുകൾ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ചില്ല, സൈലന്റ് ആയിട്ടിരുന്നു, കാണില്ല. അപ്പൊ അതൊരു മൂന്നാമത്തെ സ്റ്റേജിലാണ്. അടുത്തൊരു സ്റ്റേജ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ ഇത്തിരിയെങ്കിലും അതെനിക്ക് വർക്ക് ചെയ്ത് തുടങ്ങിയെന്ന് തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. ഇറ്റ് സ്റ്റാർട്ടിങ് ടു വർക്ക് എന്ന് പറയുന്നത് ആ ഒരു ഫീലിംഗ് ഉണ്ട്, ആ ഒരു സമയമുണ്ട്. അവിടെ നിന്നാണ് ശരിക്കും ആ ഒരു ട്രാൻസ്ഫോം ചെയ്യുന്ന ആളാണെങ്കിൽ ട്രാൻസ്ഫോം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം അതുവരെയുള്ളത് എക്സിറ്റ് ആവുന്ന ആളുകൾ അവിടെ തരും. ഇപ്പം നമ്മൾ ജനുവരിയിൽ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോർട്ട് ഓഫ് നമ്മൾ മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും അതിൽ നിന്ന് കടന്നു പോകും. ഞാൻ ഇപ്പോൾ ലിജിൻ്റെ അടുത്ത് പറഞ്ഞില്ല, നാട്ടിലെ ഞാൻ പോയിരുന്നൊരു ജിമ്മിലെ ആൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി തൊട്ട് മെയ് വരെ ഭയങ്കര തിരക്കായിരിക്കുന്നത്. പിന്നെ ആളുകളത് മറക്കും. ഡിസംബറിൽ ലീവ് എടുത്തേക്ക്, കാരണം അവിടെ ആണല്ലേ ഡിസംബറിൽ. അപ്പോൾ അത് ഇറ്റ്സ് നോർമൽ ഫോർ ഹ്യൂമൻ ബീങ്. പിന്നെ അടുത്തൊരു സ്റ്റേജാണ് ആ ഒരു സക്സസ് ആൻഡ് ഫുൾഫിൽമെന്റ്. ഇപ്പോൾ നമ്മൾ ആ ഒരു വാലി ഓഫ് ഡിസ്പയർ, ആ 3rd സ്റ്റേജ് കടന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇപ്പം നമ്മൾ മാരത്തോൺ ഓടുമ്പോൾ ഏകദേശം പകുതി കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും, ഇനി എത്താൻ പറ്റൂലോ എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തില്ല. പകുതി കഴിഞ്ഞ് കഴിയുമ്പോൾ മുന്നോട്ട് പിന്നെ കുറഞ്ഞാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ തന്നെ ഒരു എനിക്കൊന്ന് ആറ്റോമിക് ഹാബിറ്റ്സിലാണെന്ന് തോന്നുന്നു, ഏതോ ഒരു ഹാബിറ്റ്സിൻ്റെ ബുക്കിനകത്ത് വായിച്ചിട്ടുണ്ട് ഇതേപോലെ. പക്ഷേ നോട്ട് വെരി സിമിലർ ടു ദിസ്, പക്ഷേ ഇറ്റ്സ് വെരി ട്രൂ. ഇത് ഏത് തുടങ്ങിയാലും നമ്മൾ ഉറപ്പായിട്ട് റോക്ക് ബോട്ടത്തിൽ ചെന്ന് പറ്റത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ട് പിന്നെയും പുഷ് ചെയ്താൽ മാത്രമാണ് നമ്മൾ മാണിക്യം തേടി ഇങ്ങനെ കുഴിച്ചു പോകുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, തൊട്ടപ്പുറത്ത് മാണിക്കൊണ്ട് കുഴിക്കത്തില്ല, ഒരു കുഴിയോടെ കുഴിച്ചാൽ മതി, പക്ഷേ അവിടുന്ന് തിരിച്ചു പോകുന്ന അതേ അവസ്ഥ തന്നെ. എനിക്കൊന്ന് നമ്മൾ അങ്ങനത്തെ ഒരു ഇത് തുടങ്ങുവാണെങ്കിൽ ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ ആളുകൾ കുറച്ചുകൂടെ ഇൻവെസ്റ്റഡ് ആയിരിക്കും, ശ്യാം പറഞ്ഞ പോലെ. പിന്നെ ആ ഇറ്റ്സ് ഈസി, നമ്മളൊരു വർഷം കളയുന്നില്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം അഥവാ പറ്റത്തില്ല, ഓക്കെ തിരിച്ചു പോയാലും നമുക്ക് ദർ ഇസ് ടൈം ഫോർ യു ടു ഡു ഇറ്റ് അഗെയിൻ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഐ എം വെരി കൺവിൻസ്ഡ് 12 വീക്സ് ആണ് ദ വേ ടു ഗോ എങ്കിൽ വാട്ട് ഇസ് ദ ബെസ്റ്റ് വേ ടു ഒരു 12 വീക്സ് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴി എന്തായിരിക്കും? ഒന്ന്, നമ്മൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് നമുക്ക് അങ്ങനെ ഒരു 12 മന്തിൻ്റെ പ്ലാൻ വേണമെന്നില്ല എന്നല്ല. പക്ഷേ ഐ തിങ്ക് ഇറ്റ് വുഡ് വർക്ക് ബെറ്റർ ഇഫ് യു ഹാവ് ഗോട്ട് എ ഷോർട്ട്
ഷോർട്ട് ടേം ഗോൾ. യെസ്. അപ്പോൾ ആ ഒരു 12 വീക്ക് ഒന്ന് നമ്മൾ എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യലാണ്. ഇപ്പോൾ ടു ബി ഓണസ്റ്റ് വിത്ത് യു, ഞാൻ ഇന്നലെ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ട് ഏകദേശം ഒരു 100-108 ദിവസമായി. ഐ കൗണ്ട് ഡേയ്സ് സംടൈംസ്. എനിക്ക് തോന്നി ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ നടന്നു. ഇപ്പോൾ നമ്മൾ സാസിൽ കെയർ വന്നെങ്കിലും കൂടി അതൊക്കെ എൻ്റെ നമ്മുടെ ബ്രെയിനിൽ ബിഹൈൻഡ് ദ പ്ലാനുകൾ ഉണ്ടായിരുന്നായിരുന്നു. പക്ഷേ ഐ ലോസ്റ്റ് ലോട്ട് ഓഫ് ടൈം എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ വിചാരിച്ച പോലെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. സംവെയർ ഐ ലോസ്റ്റ് ട്രാക്ക്. ഞാൻ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇനീഷ്യലി. യെസ്, എനിക്കൊരു ഇയർലി പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി പുസ്തകങ്ങൾ ഞാൻ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഇയറിൽ വായിക്കണം എന്ന് വെച്ചാൽ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ യെസ്റ്റർഡേ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്നലെ ആ ഒരു എൻഡ് ഓഫ് മെയ്യിൽ ഐ ഡിസൈഡഡ് ടു മേക്ക് എ വെരി സ്ട്രോങ് 100 days പ്ലാൻ, അല്ലെങ്കിൽ ആ ഒരു 12 week പ്ലാൻ. അപ്പം ഞാനും ചെയ്ത് ഇത്രയുള്ളൂ. എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു മെഷറബിൾ ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യലായിരുന്നു. അപ്പോൾ അതിനെ നമ്മളിപ്പോൾ പറയാം ഐ വോണ്ട് ടു ഗെറ്റ് ഫിറ്റ് എന്ന് പറയുന്നത് റാൻഡം നമ്മൾ പറയുന്നേക്കാളും നമുക്ക് എനിക്ക് ഇത്ര എമൗണ്ട് ഓഫ് വെയിറ്റ് ലൂസ് ചെയ്യണം, അല്ലെങ്കിൽ റാദർ ദാൻ ഐ വോണ്ട് ടു റീഡ് ലോട്ട് ഓഫ് ബുക്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് നമ്പർ ആയിരിക്കും. അപ്പോൾ വി നീഡ് സംതിങ് മെഷറബിൾ. ഇപ്പോൾ ഈവൻ ഫൈനാൻസ് ആണെങ്കിലും ഇറ്റ് വർക്ക്സ് ഇൻ ഫൈനാൻഷ്യൽ. ഇപ്പോൾ ഞാൻ ആ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ബാങ്കിങ് ഇൻഡസ്ട്രിയിലൊക്കെ അവർക്ക് എപ്പോഴും ഒരു ക്വാർട്ടർലി ഗോളുകളുണ്ട്. അവിടെയാണ് എല്ലാ ബിസിനസ്സുകളും വർക്ക് ചെയ്യുന്നത് ക്വാർട്ടർലി ഗോളാണ്. കാരണം ഇറ്റ് വർക്ക്സ്. അങ്ങനെ രണ്ടാമത്തെ നമ്മൾ അതിനെ ഒരു പോസിറ്റീവ്ലി സ്റ്റേറ്റ് ചെയ്യാന്ന് പറയാം. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഞാൻ സ്നാക്സിന് കഴിക്കില്ല എന്ന് പറയണ ആ ഒരു നെഗറ്റീവ് കൊണോട്ടേഷനേക്കാളും യു കുഡ് മെൻഷൻ ദാറ്റ് ഐ വുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ്. എപ്പോഴും അതിനൊരു പോസിറ്റീവ്ലി ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി വി ടെൻ ടു സോർട്ട് ഓഫ് ബി പാർട്ട് ഓഫ് ദാറ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിന് ഇത്തിരി കൂടിയും നമ്മൾ ഒരു സബ് നമ്മൾ അതിന് കൂടുതലും അതിനോട് ജോയിൻ്റ് ആയിരിക്കും. പിന്നെ നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറയാം. അല്ലാണ്ട് ഇപ്പോൾ മാസീവ്ലി ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യത്തിലേക്ക് ചെയ്യാതിരിക്കാം. പിന്നെ ജസ്റ്റ് ഓൺ ദാറ്റ് ഗോൾ. ഞാൻ സാധാരണ ഗോൾ എഴുതി വെക്കാറുണ്ട്, എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻഷോട്ട് ആക്കി ഇടാറുണ്ട്. ഐ സോർട്ട് ഓഫ് ലുക്ക് അറ്റ് ഇറ്റ് എവറി ഡേ മോർണിംഗ്. എൻ്റെ ആദ്യത്തെ ചിലപ്പോൾ എനിക്ക് റിമൈൻഡർ വെക്കാറുണ്ട്. ഞാനൊരു സോർട്ട് ഓഫ് ഒരു 10-30 ദിവസം വരെ എനിക്ക് ഡെയിലി ഇത്ര മണിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് വരുന്ന മെസ്സേജ് അതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഡേ 1 എൻ്റെ ഒരു ഇലക്ട്രോണിക് ആപ്പിൽ ഞാൻ അങ്ങനെ മെസ്സേജ് ഇടാറുണ്ട്. എൻ്റെ ഗോളിനെ പറ്റി ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് ഐ സോർട്ട് ഓഫ് ടെൻ ടു. കാരണം അത് എനിക്കറിയാം, ഇത് നമ്മൾ വർഷം മൊത്തം ചെയ്യണ്ടല്ലോ, ഒരു കുറച്ച് നാളല്ലേ ചെയ്യാം. അങ്ങനെയാണ് അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത്. Then you sort of work on it. എല്ലാ ഗോളുകളുടെയും ഒരു പ്ലാൻ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഗോളിൻ്റെ 12 weeks പ്ലാനിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ക്ലോസർ. ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിരിക്കും നിങ്ങൾ. കാരണം ഇതിന് പ്രത്യേകിച്ച് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്ത് കളയാനൊന്നുമില്ല. അപ്പം എനിക്കൊന്ന് ഇത് തന്നെയാണ് നമ്മൾ പിന്നെ ഓരോ അതിനേക്കാളും നമുക്ക് അറിയാവുന്ന ഗോളുകളായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നണതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ റാൻഡം നമുക്ക് കുറേ ഡ്രീമുകൾ എഴുതി വെക്കുന്നുള്ളതല്ലാണ്ട്. പക്ഷേ ഇഫ് യു ഹാവ് എ ലോങ് ടൈം വിഷൻ, ലൈക്ക് ഇപ്പോൾ നമ്മൾ നമ്മുടെ കമ്പനി വിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3 year അല്ലെങ്കിൽ ഒരു 5 year ഇതായിരിക്കണം, ഇവിടെ ആയിരിക്കണം നമ്മൾ എത്തേണ്ടതെന്ന് നമുക്കൊരു ബോധ്യമുണ്ട്. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 year +12 അടുത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അതിനെ നമുക്ക് ഇത്തിരി കൂടിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ 12 week സെറ്റ് ചെയ്തപ്പോൾ ഐ നോ വാട്ട് ഷുഡ് ഐ ഡു ഫോർ ദിസ് വീക്ക്. പിന്നെ ഇതിനും കൂടി നമുക്ക് ആ സ്മോൾ ചങ്ക് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്താൽ മതി. അല്ലെ, പിന്നെ ഒരു ഡെയിലി പിന്നെ ഐ മേക്ക് ഇറ്റ് സോർട്ട് ഓഫ് ഒരു അവേർലി പോലെ ഒരു ടൈം ബ്ലോക്ക് ചെയ്ത് അങ്ങനെയൊക്കെ. നമുക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇത്രയും സമയം വേണം. സോ ആ സമയം നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ പിന്നെ ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി ദെയർ. നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ആ ഒരു ഏത് ഗോൾ സെറ്റിങ്ങിൻ്റെയും പോലെ നമ്മൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റും അക്കൗണ്ടബിലിറ്റി നമ്മൾ തന്നെ ഓൺ ചെയ്യണം. അപ്പോൾ അത് നമ്മളുടെ ഒരു ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ദ ഗോൾ. ഐ തിങ്ക് നമ്മൾ അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് കാര്യമില്ല. ഇത് മെഷർ ചെയ്യുക അല്ലെങ്കിൽ ടൈം ട്രാക്ക് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം ഇത് ട്രാക്ക് ചെയ്യാണ്ട് നമുക്ക് എത്താൻ പറ്റില്ല. ഇറ്റ് നീഡ്സ് ടു ബി. ഇപ്പോൾ ഈ ബുക്ക് തന്നെ ഒത്തിരി നമുക്ക് ഇലക്ട്രോണിക്കലി ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ കുറേ ഇതിൻ്റെ ഗോൾ ബുക്കുകൾ കിട്ടും. ഇറ്റ്സ് എ സ്കോറിംഗ് സിസ്റ്റം. ഇപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയിലും ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെച്ച് 1 to 3, 1 to 10 വരെ നമ്മൾ സ്കോർ ചെയ്യാണ് ഓരോ ദിവസം. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. വി ആർ വിഷ്വലി പ്ലസ് നമ്മൾ ലോജിക്കലി നമ്മൾ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ യു ടെൻ ടു ബി മോർ കോൺഷ്യസ്. ട്രാക്ക് വിടാതിരിക്കണം. നമുക്കത് അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ
നമ്മുടെ ഒരു പാർട്ട് ഓഫ് നമ്മുടെ ഒരു സോർട്ട് ഓഫ് ലൈഫ് ആൻഡ് റുട്ടീൻ ആവും. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് അതിനെ ആ മെഷർ ട്രാക്ക് ചെയ്യണത്, അല്ലെങ്കിൽ അതിന് ഗോൾ ട്രാക്ക് ചെയ്യണത്. ഓക്കെ, നമ്മൾ പക്ഷേ ആ സ്റ്റേജസിലേക്കിടെ പോകുമ്പോഴും നമ്മൾ പറ്റില്ല എന്ന് തോന്നുമ്പോഴും യു ജസ്റ്റ് ഹാവ് ടു കീപ് ഗോയിങ്. അതെ, ഇപ്പോൾ ലിജിൻ്റെ ഒരു ഗോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഗോൾ ഉണ്ടാവും. ഇപ്പോൾ ഒരാഴ്ചയിൽ ഇത്ര കിലോമീറ്റർ ഓടണം, അല്ലെങ്കിൽ 4 ദിവസം ജിമ്മിൽ പോകണം, പ്ലസ് എനിക്ക് അതർ ഗോളും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇത്ര ബുക്സ് ഞാൻ റീഡ് ചെയ്യണം, ഇത്ര പേജ് റീഡ്. അപ്പം നമ്മൾ തന്നെ സ്കോർ ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് എൻ ആവറേജ് സ്കോർ. അപ്പോൾ നമുക്കറിയാം ഒരു 60% ഒക്കെ സോർട്ട് ഓഫ് ഇറ്റ്സ് ഫൈനാൻഷ്യലി ആണെങ്കിൽ ഒരു KPI ആണ്. ഇപ്പോൾ നമ്മളൊരു മാനേജ്മെന്റ് റോളുകളിൽ ഇരിക്കുമ്പോൾ ഇറ്റ്സ് മോർ പേഴ്സണൽ KPI. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, എനിക്കൊന്ന് ഇപ്പം ആളുകൾ ഒത്തിരി പേരുണ്ടാവും, ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇയർലി ഗോൾ സെറ്റ് ചെയ്യും, നടക്കത്തില്ല, യു ഫീൽ റിഗ്രറ്റ്, യു ഫീൽ ബാഡ് അബൌട്ട് യുവർ സെൽഫ്. നമുക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ്, എന്നെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ലല്ലോ, ഞാൻ കുറേ പേര് പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു പ്രശ്നം അവർക്ക് ഗോൾ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, എവരിബഡി ഫെയിൽ ടു എക്സിക്യൂട്ട്. അതൊരു ഫിയറാണ്. ഇപ്പോൾ നമുക്ക് ഫോൺ സ്ക്രോളിങ് തന്നെ പ്രശ്നങ്ങളുള്ള എത്രയോ ആളുകളുണ്ട്. കാരണം അവർക്ക് വേണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. അപ്പം അവർ ചിലപ്പോൾ ഒരു വെരി ലോങ് ടൈമിലേക്ക് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കണമെന്നായിരിക്കും. അപ്പം ഞാൻ പലരിടത്തും പറയാം, ഇന്ന് ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇന്നൊന്ന് കുറയ്ക്കുക, എന്നിട്ട് നാളെ നിർക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഗ്യാരണ്ടി പറയാറുണ്ട്, ഇഫ് യു ട്രൈ ടു ഡു ദാറ്റ് ഇൻ 3 months യു ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അതാണ് എനിക്കൊന്ന് എല്ലാവരും ആ 12 വീക്സിലേക്ക് നിങ്ങളുടെ ഇയർലി ഗോൾ, ഇപ്പോൾ ഹാഫ് മന്ത് ആയി, ഇനിയിപ്പോൾ നമുക്ക് 6 മാസം കൂടെയാണ് ഉള്ളത്. 6 മാസം വെച്ചിട്ടുണ്ടെങ്കിൽ 2 12 വീക്ക് ഗോളുകൾ ഉണ്ടാക്കാൻ പറ്റും. ഈസി. നമുക്ക് എന്ത് ഇപ്പോൾ നമ്മൾ ഈ 6 മാസം കളഞ്ഞത് നമുക്ക് അടുത്ത 12 ആഴ്ചയിൽ പിടിക്കാൻ പറ്റും. ഓണസ്റ്റ് നമുക്ക് പിടിക്കാൻ പറ്റും, ഉറപ്പായിട്ടും. ഓക്കെ, ഞാൻ എൻ്റെ കുറേ പോയായിരുന്നു എല്ലാവരുടെയും. എനിവേ, അപ്പോൾ നമുക്ക് തോന്നുന്നു ആളുകൾ അങ്ങനത്തെ ഉള്ളവരാണെങ്കിൽ പ്ലീസ് കമൻറ്റ്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റുള്ളൂ, എത്ര പേര് അച്ചീവ് ചെയ്യുന്നുണ്ട്, എത്ര ഇയർലിക്കുള്ള നമുക്കൊരു കമ്പാരിസൺ ഉണ്ടാവും ആളുകൾക്ക്. സോ സ്റ്റാർട്ട് അപ്പ് യുവർ 12 വീക്സ് പ്ലാൻ. ഈ ബുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. പിന്നെ ഇതിലൊരു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ലിജിൻ, ആ ഒരു ടൈം ബ്ലോക്കിംഗ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആ ഡീപ്പ് വർക്ക് ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടല്ലോ, ആ ഒരു ഡേയിൽ അറ്റ്ലീസ്റ്റ് ഇഫ് യു ക്യാൻ ഫോക്കസ് 90 minutes എ ഡേ. അത് ലോട്ട് ഓഫ് എവിഡൻസ്. നമ്മൾ ഒത്തിരി ബുക്കുകൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള 90% ബുക്കുകളിലും നമ്മൾ സ്ട്രെസ് ചെയ്തുകൊണ്ടിരുന്നത് അതായിരുന്നു, യു നീഡ് ടു ബ്ലോക്ക് ടൈം. ഫോണില്ലാണ്ട്, ഇമെയിൽ ഇല്ലാണ്ട്, ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട്, നോട്ടിഫിക്കേഷൻ ഇല്ലാണ്ട്. ഇഫ് യു ക്യാൻ ഫോക്കസ് ഒരു 90 minutes കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല എന്ന് പറയുന്നത്. അവിടെയാണ് ആ ഡീപ്പ് വർക്ക് അത്രയും പോപ്പുലർ ആയത്. ഒരു ഡീപ്പ് വർക്ക് നമ്മൾ ചെയ്തതിൻ്റെ ലിങ്ക് ഇതിന് താഴെ ഇടാൻ വേണമെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ. കാരണം ആ ഒരു 90 minutes ഒരു ഫോക്കസ് ചെയ്തതിന്. കാരണം നമ്മൾ ആ ഒരു 80-20 റൂളൊക്കെ പറയണ പോലെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന സമയം കൂടുതലാണ്. നമ്മൾ ആ ഒരു ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് അത്രയും സമയം വേണ്ടു ബേസിക്കലി. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലിരുത്താൻ പറ്റും, അല്ലെ? നമ്മൾ 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് ഒന്നും നടന്നില്ല എന്നുള്ള ഫീലിംഗ് ഒരു സ്ട്രാറ്റജിക് ടൈം ബ്ലോക്കിംഗ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിലാക്സ് ചെയ്താലും കുഴപ്പമില്ല. യു ക്യാൻ അച്ചീവ് വാട്ടെവർ യു വാണ്ട് ടു. ദ ഹോൾ ഡേ ബാക്കിത്തെ ദിവസം പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക്. എനിവേ, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ആളുകൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്. അപ്പോൾ 12 വീക്സ് പ്ലാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക, നാളെയല്ല ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ജൂൺ ഫസ്റ്റ് വീക്ക് ആയിട്ടുള്ളൂ. ഇപ്പൊ പിടിക്കുകയാണെങ്കിലും നമുക്കൊരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. എൻ്റെ ഒരു എൻഡ് ഡേറ്റ് കിടക്കുന്നത് September 7th മറ്റാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ഞാൻ 100 days എന്ന് ഞാൻ പ്ലാൻ ചെയ്യണതുകൊണ്ട്, പക്ഷെ അതിനോട് ക്ലോസ് ടു ഒരു സെപ്റ്റംബർ മിഡ് ആകുമ്പോഴേക്കും പിന്നെ നമുക്ക് ഇയർ എൻഡിങ് ആയാലോ, ഇനി നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലോ എന്നുള്ള ഫീൽ വേണ്ട. മിഡ് ഓഫ് ദ ഇയർ ആണ്, ദ റൈറ്റ് ടൈം ആണ്. ഇഫ് യു വോണ്ട് ടു മേക്ക് സംതിങ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ്, ജസ്റ്റ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. ഏതെങ്കിലും ബുക്സൊക്കെ നിങ്ങൾക്ക് വേറെ വായിക്കണം ഞങ്ങൾ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറയുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ലിങ്ക് ഇട്ടേക്കാം. യു ക്യാൻ ജസ്റ്റ് ജോയിൻ ഇൻ ദാറ്റ്. അപ്പോൾ 12 വീക്സ് പ്ലാൻ എങ്ങനെ പോകുന്നു എന്നുള്ളത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ ഡയറക്റ്റ്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യും. ഒത്തിരി പേര് നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യേണ്ട ലിജിൻ സാസിൽ കെയറിൻ്റെ ജേണി എങ്ങനെ പോകണമെന്നൊക്കെ വെച്ച് നമ്മൾ ലോഞ്ച് ചെയ്തു. നമുക്ക് ക്ലയൻസിനെ കിട്ടി തുടങ്ങി. പാരൻസ് പുറമേ ഉള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു NRI ആണെങ്കിൽ, നിങ്ങളുടെ പാരൻസ് നാട്ടിൽ തനിച്ചാണെങ്കിൽ, വി ആർ ദെയർ ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. സാസിൽ കെയറിൻ്റെ ഒരു ജേണി നിങ്ങളുടെയും കൂടി പാർട്ടാണ്. കാരണം നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് നമുക്ക് കൂടുതൽ ഇൻപുട്ട് തന്നിട്ടുള്ളത്. എങ്ങനെ ഒറ്റയ്ക്കുള്ള പാരൻസിനെ സപ്പോർട്ട് ചെയ്യാം, പ്രായമായി കഴിഞ്ഞ ആളുകൾക്ക് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം UK, UAE പോലെയുള്ള രാജ്യങ്ങളിൽ നിൽക്കുന്ന ഒത്തിരി ആളുകൾ, ഇപ്പോൾ ബെൻ ഒക്കെ പോലെ പല ആളുകൾ, ഐ ഹാവ് സ്പോക്കൺ ടു മെനി പീപ്പിൾ ഫ്രം ദാറ്റ് ഗ്രൂപ്പ്. അപ്പോൾ അവർ ആണ് കൂടുതലും നമുക്ക് ഓക്കെ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഡോക്ടർ ഇന്ന സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും,
ഒരു യോഗ തെറാപ്പിസ്റ്റിൻ്റെ ഐഡിയ ഒക്കെ കൊണ്ടുവന്ന അവരാണ്. അപ്പോൾ വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ അവർ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി പ്ലസ് അവർ വ്യൂവേഴ്സ് അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞങ്ങൾ ലിങ്ക് ഇട്ടേക്കാം. ഞങ്ങളുടെ ബിസിനസ്സുകൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ആസ് ഓൾവേസ് വി ആർ ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ആർ സ്പെൻഡിങ് ടൈം വാച്ചിങ് ദിസ്. ഞങ്ങൾ കണ്ടിന്യൂ ടു ഡു അതർ ബുക്സ്, കണ്ടിന്യൂ ടു ഷെയർ അവർ ജേർണി. അപ്പം താങ്ക്സ് ഫോർ യുവർ ടൈം.